ഹലോ ഓൾ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാണ്ഡഹാറിനെ പറ്റിയാണ്. മോഹൻലാലിന്റെ കാണ്ഡഹാർ സിനിമയെ പറ്റിയല്ല, യഥാർത്ഥ കാണ്ഡഹാറിനെ പറ്റിയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈജാക്കിംഗ് ആയിരുന്നു ഇത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ആരംഭിച്ച വിമാനത്തിന്റെ യാത്രാമധ്യേ ഹൈജാക്ക് ചെയ്യപ്പെടുകയും പല സ്ഥലങ്ങളിൽ വഴിതിരിച്ച് അവസാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ലാൻഡ് ചെയ്യുകയുമാണ് ചെയ്തത്. ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 814, അതൊരു A300 എയർക്രാഫ്റ്റ് ആയിരുന്നു. 1999 ഡിസംബർ 24 ഹർക്കത്ത് ഉൽ മുജാഹിദ് എന്ന തീവ്രവാദ സംഘടനയിലെ 5 അംഗ സംഘം ചേർന്നാണ് ഹൈജാക്ക് ചെയ്തത്. തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിൽ കഴിയുന്ന വിവിധ തടവുകാരെ മോചിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ക്യാപ്റ്റൻ ദേവി ശരൺ, ഫസ്റ്റ് ഓഫീസർ രവീന്ദർ കുമാർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽ കുമാർ ജാഗ്യ എന്നിവരുൾപ്പെടെ 11 ജീവനക്കാരും 179 യാത്രക്കാരുമായി 190 പേരായിരുന്നു അന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ യാത്രക്കാരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നീണ്ട സമയങ്ങളുടെ ചർച്ചകൾക്കൊടുവിൽ 3 തടവുകാരെ മോചിപ്പിക്കാനും തീരുമാനമെടുക്കും. തൽഫലമായി 1999 ഡിസംബർ 31 ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം മോചിപ്പിക്കപ്പെടുന്നു. ഈ ഹൈജാക്കിന്റെ പ്രതിഫലമായാണ് 2000 ജനുവരിയിൽ ഇന്ത്യൻ എയർപോർട്ടുകളുടെ സുരക്ഷയ്ക്കായി CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചത്.